ഡോക്ടർ മനോജ് ജോൺസണുമായിട്ടുള്ള ഒരു പരിചയം എന്ന് പറയുന്നത് കുറെ അധികം വർഷത്തെ ഒരു പരിചയമാണ്. അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം. എൻ്റെ വളർച്ചയും അദ്ദേഹത്തിന്റെ വളർച്ച ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ക്യാമ്പിലേക്ക് അദ്ദേഹം വരണമെന്ന് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എല്ലാ ക്യാമ്പുകളിലേക്കും അദ്ദേഹം വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല രീതിയിൽ നല്ല മുടി വളരണോ? ഫ്രൂട്ട്സ് വേണം. മോശം എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് പോകണോ? ഫ്രൂട്ട്സ് വേണം. സ്കിന്ന് നല്ല രീതിയിലാവണോ? ഫ്രൂട്ട്സ് വേണം. മുഖക്കുരു കുറയണോ? ഫ്രൂട്ട്സ് വേണം. അലർജി ശ്വാസമുട്ടൽ കുറയണോ? ഫ്രൂട്ട്സ് വേണം. പല കാര്യങ്ങൾക്കുള്ള വിറ്റമിൻസ് കിട്ടുന്നത് ഫ്രൂട്ട്സിലാണ്. നമുക്ക് ഏറ്റവും നല്ല ഫ്രൂട്ട്, ഞാനിപ്പോൾ കുറെ നാളുകളായിട്ട് ഈ ഫീൽഡിലായതുകൊണ്ട് ഏറ്റവും നല്ല ഫ്രൂട്ട് എന്ന് പറയുന്നത് പേരയ്ക്കയാണ്. വാവ്, ഹയസ്റ്റ് വിറ്റമിൻ സി ഉള്ളതാണ്. ഓൾമോസ്റ്റ് വിറ്റമിൻസ് പേരയ്ക്കയിലുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി വളരണോ, അല്ലെങ്കിൽ മോഷൻ ക്ലിയർ ആവണോ, സ്കിന്നിന് നല്ലത്, ഈ വായിലേക്ക് ഇങ്ങനെ പൊട്ടൽ വരുന്നതിനൊക്കെ ഏറ്റവും നല്ലത്, ഇതൊക്കെ ഏറ്റവും നല്ല സാധനമാണ് പേരയ്ക്ക. അപ്പൊ നമ്മൾ വീട്ടിൽ എപ്പോഴെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുവോ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട സാധനമാണ് പേരയ്ക്ക. പപ്പായ എത്ര പേർക്ക് ഇഷ്ടമാണ്? പപ്പായ ഓക്കെ. ഭൂരിഭാഗം ഞാൻ കണ്ടേക്കുന്നതിനകത്ത് ആപ്പിളും വാട്ടർമെലനും ആണ് ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. വാട്ടർമെലൻ ഏറ്റവും നല്ലതാണ്, പ്രത്യേകിച്ച് ഈ പറയുന്ന വേനൽക്കാലത്ത് ഏറ്റവും നല്ലത് വാട്ടർമെലൻ ആണ്. ആപ്പിൾ എന്ന് പറയുന്നത് കഴിയുന്നതും തൊലി കളഞ്ഞേച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ആപ്പിൾ വരുന്നത് വളരെ ദൂരത്തു നിന്നാണ്. ഇത് കുറച്ച് നാൾ നിൽക്കണം, അതിന്റെ കോട്ടിംഗ് കൊണ്ട് അത് നമുക്ക് എല്ലാവർക്കും വയറിന് പറ്റണമെന്നില്ല, ദഹിക്കണമെന്നില്ല. അതുകൊണ്ടാണ് നല്ലൊരു ഓപ്ഷൻ തൊലി കളഞ്ഞേച്ച് ആപ്പിൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാംഗോ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? ഓക്കെ. ഈ മാംഗോ എന്ന് പറഞ്ഞാലും നിങ്ങൾ വയറ് നിറയെ മാംഗോ കഴിക്കുന്നത് നല്ലതല്ല. കാരണം ഹയസ്റ്റ് ആയിട്ടുള്ള ഷുഗർ കണ്ടന്റ് ഉള്ളതാണ് മാംഗോ. ചക്കപ്പഴം, ഏത്തപ്പഴം, മാങ്ങാപ്പഴം, ഈ 3 സാധനങ്ങളാണ് ഹയസ്റ്റ് ഷുഗർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ്. പിന്നെ ഉള്ളത് സപ്പോട്ട. സപ്പോട്ട അറിയോ? ചിക്കു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാണ്. ഇതിന്റെ മിൽക്ക് ഷേക്സ് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ഓക്കെ. നിങ്ങൾ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും മിൽക്ക് ഷേക്ക് ആക്കുവാണെങ്കിൽ ഈ പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് തേൻ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് മിൽക്ക് ഷേക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇനിയും നോർമൽ പാല് എന്നുള്ളത് പറ്റാത്ത ചിലരുണ്ട്. അവർക്ക് ഏറ്റവും നല്ലത് തേങ്ങാപ്പാലാണ്. കോക്കനട്ട് മിൽക്ക് അറിയാവോ? കോക്കനട്ട് മിൽക്കാണ്. കോക്കനട്ട് മിൽക്ക്, അവക്കാഡോ, തേന്, കുറച്ച് നട്ട്സ്, ഇത്ര ഇട്ടിട്ട് ഒരു മിൽക്ക് ഷേക്ക് അടിച്ച് കുടിച്ചാൽ ഏറ്റവും ന്യൂട്രീഷൻ ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഒറ്റ ട്രിപ്പിന് നല്ല അളവിൽ ന്യൂട്രീഷൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ കോമ്പിനേഷൻ. ഇത് നമുക്ക് റോബസ്റ്റ പഴം വെച്ചും ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോ മിൽക്ക് ഷേക്ക് എപ്പോഴും പഴങ്ങള് ജ്യൂസ് കഴിക്കുന്നതിനെക്കാട്ടിലും 10 ഇരട്ടി റിസൾട്ട് ഉള്ളതും മെച്ചമുള്ളതും ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ മാങ്ങ ഡയറക്റ്റ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനെക്കാട്ടിലും. കാരണം ഈ ഷുഗർ ഉള്ളിൽ കയറുമ്പോൾ പെട്ടെന്ന് ബ്ലഡിലേക്ക് അബ്സോർബ് ആകും. ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അബ്സോർബ് ആവുന്ന അത്ര നല്ലതല്ല, മെല്ലെയാണ് നല്ലത്. അതുകൊണ്ട് പഴങ്ങൾ എപ്പോഴും പഴങ്ങളായിട്ട് കഴിക്കുന്നതാണ് നല്ലത്, ജ്യൂസ് ആയിട്ടല്ല. ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസുകളൊക്കെ കുടിക്കുന്നത് നല്ലതാണ്.